Very good evening. Today is our 8th lecture on manufacturing technology ME220. We were studying module number 5, which is sheet metal working. We have seen up to bending. The next topic that is called as stretch forming. It is a very cheap tool. Net thinning, slow, low formability, sheet metal up to 15 meter into 9 meter can be bended. ഇതിനകത്തൊരു പ്രത്യേകത ഈ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് സ്പ്രിംഗ് ബാക്കും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് എന്താ പറയാ, ഒരു ഇരുമ്പ് റോഡ് എടുത്ത് നമ്മൾ വളച്ചു കഴിഞ്ഞാൽ വളച്ച് നമ്മൾ കുറേ നേരം വളച്ചു പിടിക്കാം, എന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ വരും, അത് സ്വല്പം ഒന്ന് നേരെയാവും അല്ലേ. നേരെ മറിച്ച് ഒരു മെറ്റാലിക് ഷീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നല്ലപോലെ വളയ്ക്കാം, തിരിച്ച് അതേപടി തന്നെ പോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? ലെങ്ത് കൂടുന്നതനുസരിച്ച് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ലെങ്ത് കൂടിയ പാർട്ടിനെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലെങ്ത് കൂടിയ സ്ട്രിപ്പ് ഷീറ്റിനെ നമ്മൾ രണ്ട് ജോയുടെ ഇടയ്ക്ക് പിടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ രണ്ട് ജോ കൊണ്ടും ആ സ്ട്രിപ്പിനെ നല്ലപോലെ വലിച്ചു നീട്ടും. വിൽ സ്ട്രെച്ച് ദ ഷീറ്റ് മെറ്റൽ. After stretching, that is called as a pre-stretching. After stretching, എന്ത് സംഭവിക്കുക, ഈ ജോ കൊണ്ട് will be warping, കവർ ചെയ്യും ആ ഡൈയുടെ പുറത്തേക്ക്. ഏത് ഷേപ്പിലേക്കാണോ വേണ്ടിയ ആ ഷേപ്പുള്ള ഡൈയുടെ പുറത്തേക്ക് will cover it and pull it downward. ഈ ഫിഗറിനകത്ത് കാണുന്ന പോലെ ഡൈ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഡൈ മുന്നോട്ട് മൂവ് ചെയ്യും. അതേപോലെ ഈ ജോ എന്ത് സംഭവിക്കും, താഴേക്ക് പുൾ ചെയ്ത് പിടിക്കും. After some time it will release. എന്തായിരിക്കും സംഭവിക്കുക? There will be very less spring back. എവിടെയാണ് നമ്മൾ സ്ട്രെച്ച് ഫോമിംഗ് ചെയ്യുന്നത്? വളരെ നീളം കൂടിയ 15 മീറ്റർ ഇൻറ്റു 9 മീറ്റർ, 15 മീറ്റർ നീളവും 9 മീറ്റർ വീതിയുമുള്ള ഷീറ്റ് വരെ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും, ഇല്ല സ്പ്രിംഗ് ബാക്ക് കുറച്ചിട്ട്. അങ്ങനത്തെ ബെൻഡിങ്ങിനെയാണ് സ്ട്രെച്ച് ഫോമിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രെച്ച് ഫോമിംഗ് എന്ന് പേര് വരാൻ കാര്യം? നമ്മൾ ഈ ഷീറ്റിനെ ആദ്യം വലിച്ച് സ്ട്രെസ് ചെയ്യും, എന്നിട്ടാണ് ഒരു ഷേപ്പിലേക്ക് ഫോം ചെയ്തെടുക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രെച്ച് ഫോമിംഗ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. പലവട്ടം സ്ട്രെച്ച് ഫോമിങ്ങിന്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബെൻഡിങ്. ബെൻഡിങ്ങിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെൻഡിങ് എന്താണെന്ന് എഴുതാൻ പറ്റണം, ന്യൂട്രൽ പ്ലെയിൻ എന്താണെന്ന് അറിയാതിരിക്കണം, എന്താണ് ബ്ലാങ്ക് പ്രഷർ പാഡ് എന്താണെന്ന് അറിയാതിരിക്കണം, വി ബെൻഡിങ്, എഡ്ജ് ബെൻഡിങ് എന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻഡിങ് എലമെന്റ്സുകൾ എഴുതണം. ബെൻഡിങ് എലമെന്റ്സിന്റെ ഇക്വേഷൻ അത് കാണാതെ പഠിച്ചേ പറ്റൂ. 2π alpha divided by 360 into r plus k suffix ba into t. സ്പ്രിംഗ് ബാക്ക് ടൈപ്സ് 4 ഉണ്ട്. അതേപോലെ ബെൻഡിങ് ഫോഴ്സ് എന്തിനാണ്? പ്രസ്സിന്റെ ടണ്ണേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. Okay, now we will move on to next process in sheet metal. We have to see this in detail. This is called as drawing operation. ഈ ഡ്രോയിങ് ഓപ്പറേഷന് ഒരു എക്സാമ്പിൾ ഇപ്പോഴേ പറയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആര്യാസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലയോ, സ്റ്റീലിന്റെ ഗ്ലാസ്, ആ സ്റ്റീലിന്റെ ഗ്ലാസും അതിന്റെ താഴെ ഒരു സ്റ്റീലിന്റെ ടംബ്ലർ ഉണ്ട് അല്ലയോ, ആ ടംബ്ലറിനകത്ത് ഗ്ലാസ് വെച്ചിട്ടാണ് അവർ തരുന്നത് നമുക്ക് ചായ ആർച്ചൊക്കെ കുടിക്കാൻ വേണ്ടി. ആ ടംബ്ലർ എന്ന് പറയുന്നത് ഡ്രോ ചെയ്ത് എടുത്തതാണ്. ആ ടംബ്ലറിനകത്ത് നിന്നാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഈ ഗ്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഗ്ലാസിനകത്ത് നിറച്ച് ചായ എടുക്കുക, എന്നിട്ട് ആ ഗ്ലാസിനകത്ത് ചായ മൊത്തം നമുക്ക് താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ വോളിയം കറക്റ്റ് ആയിരിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ് വരുന്നത്? ആ താഴെ വെച്ചിരിക്കുന്ന വാവട്ടം കൂടിയ പാത്രത്തിൽ നിന്ന് ഈ ചെറിയ വാവട്ടം കുറഞ്ഞ ഗ്ലാസ് ഡ്രോ ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ്. ആദ്യം നമ്മൾ ആ താഴെ വെച്ചിരിക്കുന്ന വാവട്ടം കൂടിയ സ്റ്റീലിന്റെ പാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ആസ് ഡ്രോയിങ്. അത് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിൽ അത് നമ്മൾ ഗ്ലാസ് ആക്കി മാറ്റും. അതിനെ ഡീപ് ഡ്രോയിങ് എന്ന് പറയുന്നു. ആ വാവട്ടം കൂടിയ ടംബ്ലറിന്റെ വാവട്ടത്തിനെക്കാട്ടിലും കുറവായിരിക്കും അതിന്റെ ഹൈറ്റ്. അപ്പൊ അതിനെ ഡ്രോയിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഗ്ലാസിന്റെ വാവട്ടത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും അതിന്റെ ഹൈറ്റ് അല്ലെ, ആ ഗ്ലാസിന്റെ ലെങ്ത്.
അതുകൊണ്ട് അതിനെ പറയുന്നത് ഡീപ് ഡ്രോയിങ് എന്നാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഷീറ്റ് മെറ്റൽ ഫോമിംഗ് ടു മേക്ക് കപ്പ് ഷേപ്ഡ്, ബോക്സ് ഷേപ്ഡ് or other complex curves, hollow shaped parts are called drawing. Sheet metal blank is positioned over die cavity and then pushes metal into the opening. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ ഗ്രേ കളർ കാണുന്നത് ഡ്രോയിങ് പഞ്ചാണ്. അതിന്റെ തൊട്ട് മേളിലിരിക്കുന്ന പ്ലേറ്റ് നീല കളറുള്ളത് ബ്ലാങ്ക് ഹോൾഡർ ആണ്. ബ്ലാങ്ക് ഹോൾഡർ, ബ്ലാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്രേ കളർ, ഈ സിൽവർ കളറിൽ കാണുന്നതാണ് നമ്മുടെ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലേറ്റിന്റെ പേരെന്താണ്? ബ്ലാങ്ക് ഹോൾഡർ. പിന്നെ ഉള്ളത് ഒരു ഡൈ ആയിരിക്കും. ഇതിനകത്ത് നോക്കിക്കേ, ഈ ഡൈക്ക് ഒരു റേഡിയസ് ഉണ്ട്, ഫില്ലറ്റ് ഉണ്ട് അല്ലേ? ഡൈക്ക് ഒരു ഫില്ലറ്റ് ഉണ്ട്, പഞ്ചിനും ഒരു ഫില്ലറ്റ് ഉണ്ട്. ഈ ഡൈയുടെ റേഡിയസും പഞ്ചിന്റെ റേഡിയസും എപ്പോഴും ബെൻഡിങ്ങിനെക്കാട്ടിലും വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ഇവിടെ മെറ്റീരിയൽ നല്ലപോലെ ഫ്ലോ ചെയ്ത് താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ക്യാനുകളും അതേപോലെ ഗ്ലാസും അലൂമിനിയം ബോഡീസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ കൊക്കക്കോളയുടെ ക്യാൻ, പെപ്സിയുടെ ക്യാൻ, ഓക്കെ, അങ്ങനത്തെ ക്യാനുകളൊക്കെ ഡീപ് ഡ്രോയിങ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ക്രോസ് എന്ന് പറയുന്ന പേനയില്ലേ, അതിന്റെ മെറ്റൽ ബോഡിയാണ്. ആ മെറ്റൽ ബോഡി ഉണ്ടാക്കുന്നത് ഡീപ് ഡ്രോയിങ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോ ഈ ഡ്രോയിങ് ഓപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ഈ ഹോൾഡിംഗ് ഫോഴ്സ് അല്ലെ ബ്ലാങ്ക് ഹോൾഡിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ പഞ്ചിന്റെ മൂവ്മെന്റിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഈ പഞ്ചിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? വളരെ സ്ലോ ആയിരിക്കും, എന്നാലേ സ്മൂത്ത് ആയിട്ട് മെറ്റീരിയൽ താഴേക്ക് ഇറങ്ങുള്ളൂ. അതേപോലെ ഈ ബ്ലാങ്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത് മെറ്റലിനെ ഈ കാണുന്ന സിൽവർ കളറുള്ള ബ്ലാങ്കിനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല, ചെറുതായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കണം. മെറ്റൽ മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിനെ ചെറുതായിട്ട് ലൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ആ ഒരു മീഡിയം ഫോഴ്സ് ആയിരിക്കണം ഇതിനുണ്ടാവുക. കൂടുതലായി കഴിഞ്ഞാൽ പറ്റും ഡ്രോ ചെയ്യുമ്പോൾ ഈ ഷീറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടിയർ ആയി പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഇറ്റ്. ഹിയർ ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് ടു ബി ടേക്കൻ കെയർ വൈൽ ഡ്രോയിങ് ആർ FH. എന്താണ്? ബ്ലാങ്ക് ഹോൾഡർ ഫോഴ്സ് ആണ്. ഈ ബ്ലാങ്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഈ ഇത് കണ്ടില്ലേ, ഉരുണ്ട ബ്ലാങ്കിനെ പ്രസ് ചെയ്ത് പിടിക്കണം. അതിന്റെ ഫോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ളത് ഈ പഞ്ചിന്റെ മൂവ്മെന്റ് ആണ്, വെലോസിറ്റി വിത്ത് വിച്ച് ദിസ് പഞ്ച് ഈസ് മൂവിങ് ഡൗൺവേർഡ്സ് ത്രൂ ദ ഡൈ. ഓക്കെ, ഈ പ്രൊഡക്റ്റിന്റെ ഡയമെൻഷൻ D0 ആണ്. അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ബ്ലാങ്ക്. ഇതാണ് നമ്മുടെ ബ്ലാങ്ക് അല്ലെ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയലാണ്. ആ സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയലിനകത്ത് നിന്ന് DP, ഡയമീറ്റർ ഓഫ് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ടംബ്ലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കുഴിവുള്ള പാത്രമായിട്ട് ഇതിനെ മാറ്റിയത് എങ്ങനെയാണ്? ഡ്രോയിങ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. പഞ്ച് ഈ ബ്ലാങ്കിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതേപോലെ ബ്ലാങ്ക് ഹോൾഡിംഗ് ഫോഴ്സ്. ഇങ്ങനത്തെ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഈ രണ്ട് ഫോഴ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവണം. ഇപ്പൊ ഈ പഞ്ച് കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ എന്ത് പറ്റും? ഈ കപ്പ് എന്ന് പറയുന്നത് ടിയർ ചെയ്ത് പോകും. നേരെ മറിച്ച് ബ്ലാങ്ക് ഹോൾഡർ കൂടുതൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്താൽ എന്ത് പറ്റും? അതും നെഗറ്റീവായിട്ട് തന്നെ കപ്പ് ടിയർ ചെയ്ത് പോകാനായിട്ടായിരിക്കും ചാൻസ് ഉണ്ടാവുക. ഇവിടെ എല്ലാ കട്ടിംഗ് ഓപ്പറേഷനും ഉള്ള പോലെ തന്നെ ഡൈക്കും പഞ്ചിനും ഒരു ക്ലിയറൻസ് ഉണ്ടാവും, C എന്ന് പറയുന്നത്. ദാറ്റ് ക്ലിയറൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഷീറ്റ് തിക്നെസ്. ഷീറ്റിന്റെ തിക്നെസ് എത്രയാണോ അതിന്റെ 10% കൂടുതലായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് 1 mm sheet thickness, then clearance will be 1.1 mm ആയിരിക്കും. അതിന്റെ ഓവറോൾ ക്ലിയറൻസ് എത്ര വരും? 2C ആണ് എന്ന് പറയുന്നത് 2.2 ആയിട്ട് വരും. പിന്നെ ഉള്ളത് അതിന്റെ റേഡിയസ് ആണ്, RD. ഡൈക്ക് ഒരു റേഡിയസ് ഉണ്ടാവും, പഞ്ചിന് RP, പഞ്ചിനും ഒരു റേഡിയസ് ഉണ്ടാവും. ഈ റേഡിയസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഷീറ്റ് ടിയർ ആവും. കൂടി പോയി കഴിഞ്ഞാലും ഡിഫക്ട്സ് പ്രൊഡക്റ്റിലുണ്ടാവും.
ഇനി നമ്മൾ ഡീപ് ഡ്രോയിങ്ങിലേക്കാണ് പോകുന്നത്. ഈ ഡീപ് ഡ്രോയിങ്ങിനകത്ത് നിങ്ങൾ നോക്കിയേ, ഈ കാണുന്ന ബിവറേജ് ക്യാനുകളൊക്കെ നമ്മൾ ഈ പറയുന്ന ഡീപ് ഡ്രോയിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ നിങ്ങൾ ഈ റൈറ്റ് സൈഡിലെ ഏറ്റവും കോർണർ നോക്കിയാൽ ആദ്യത്തെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പാണ്, പക്ഷേ അതിന്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ് അല്ലെ? ഓക്കെ. പിന്നെ അതിനെ നമ്മൾ ചെറുതായിട്ട് ഡ്രോ ചെയ്യും. അതിന്റെ ഡയമീറ്ററിനെ അപേക്ഷിച്ച് ലെങ്ത് കുറവായിരിക്കും. പിന്നെ വരുന്നതാണ് ഡീപ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ഡീപ് ഡ്രോയിങ്ങിനകത്ത് എന്ത് പറ്റും? ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ ഡീപ് ഡ്രോയിങ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഓരോ പ്രാവശ്യം ഡ്രോ ചെയ്യുന്നതിനനുസരിച്ച് മൂന്നാമത്തെ ഡ്രോയിങ് നോക്കിയത് സ്റ്റേജസ് ആണ്. ബ്ലാങ്കിങ്, എന്താ ബ്ലാങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ റോ മെറ്റീരിയൽ ഡ്രോ ചെയ്യാനുള്ള റോ മെറ്റീരിയൽ എടുത്തു. പിന്നെ ഡ്രോയിങ് തുടങ്ങി. ഫസ്റ്റ് സ്റ്റേജ് റീഡ്രോ ചെയ്തു. സെക്കൻഡ് സ്റ്റേജ് അയണിങ് എന്ന് പറയുന്നത്, അയണിങ് എന്ന് പറയുന്ന എന്തുവാ നമ്മൾ പെട്ടെന്ന് ഓർത്തോണം. അയണിങ് എന്ന് പറയുന്നത് അതിന്റെ വോൾ തിക്നെസ് റെഡ്യൂസ് ചെയ്യപ്പെടും. പിന്നെ ഡോമിങ് എന്ന് പറയുന്നത് ക്യാനിന്റെ അടിയിൽ ഒരു ചെറിയ കേർവ് ഉണ്ട് അല്ലെ, അതിനെയാണ് ഡോമിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് എന്താ? നെക്കിങ്. എല്ലാ ക്യാനിന്റെ മേളത്തെ ഭാഗം എന്ത് പറ്റും? ഒരു നെക്ക് പോലെ അതിന്റെ ക്രോസ് സെക്ഷൻ കുറഞ്ഞു വരും. അതാണ് നെക്കിങ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സീമിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ. ആ ക്യാനിന്റെ ഏറ്റവും എൻഡിൽ എന്ത് ചെയ്യും? ഇങ്ങനെ വളച്ചായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഒരു സ്ട്രിപ്പിനെ. അതിനെ സീമിങ് എന്ന് പറയുന്നു. ഈ ഫിഗറിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് എ സ്റ്റേജ് ഫോർ ഡ്രോയിങ് ഓഫ് ഡ്രിങ്കിങ് ക്യാൻസ്. കേട്ടോ? അപ്പൊ ഇതനുസരിച്ച് അതിന്റെ പഞ്ചിന്റെ ഷേപ്പ് വേരി ചെയ്ത് വരും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യം എടുത്ത നമ്മൾ ആര്യാസിന് ചായ കുടിക്കുന്ന കാര്യം പറഞ്ഞു അല്ലെ? ആദ്യം എടുത്ത ടംബ്ലർ ഡ്രോ ചെയ്ത് അതിനെ റീഡ്രോ ചെയ്തിട്ടായിരിക്കും ആര്യാസിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്ലാസിലെ വോളിയം ഈ ഗ്ലാസിന്റെ താഴെ വെച്ചിരിക്കുന്ന ഈ മൗസിൽ കാണുന്നതോ ഈ പാത്രത്തിന്റെ വോളിയം തമ്മിൽ സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം വൺ ഈസ് ഡ്രോൺ, അതർ വൺ ഈസ് റീഡ്രോൺ ഫ്രം ദ above product. When the length of drawn part is more than its diameter, then the operation is called as deep drawing. Deep drawing is performed in stages as in figure. ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ക്രോസിന്റെ പേനയില്ലേ, ക്രോസിന്റെ പേനയുടെ ബോഡി അല്ലെ റീഫില്ലറിന്റെ ബോഡിയൊക്കെ ഡ്രോ ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റീൽ ഓർ എ മെറ്റൽ പാർട്ട്. പിന്നുള്ളത് ബ്ലാങ്ക് ഹോൾഡിംഗ് ആണ്. ബ്ലാങ്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത് എന്താ പറ്റുക? ബ്ലാങ്ക് ഹോൾഡിംഗ് എന്ന് പറയുന്നത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ടിയർ ചെയ്ത് പോകാനുള്ള ചാൻസ് ആണല്ലോ കൂടിക്കഴിഞ്ഞാൽ. അതേപോലെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ അറ്റം ചുളുങ്ങിപ്പോവും. ഇത് നോക്കിയേ, ഇതുണ്ടോ ഇങ്ങനെ ചുളുക്കം വരുന്നുണ്ടല്ലേ? ഇതിന്റെ ചുളുക്കത്തിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ബ്ലാങ്കിങ് കൂടുതലായിരിക്കും. ഈ താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന മൗസ് പോയിന്റ് നോക്കി, ഈ താഴെ കാണുന്ന പ്രൊഡക്റ്റ് എന്താ? നമ്മുടെ വാഷ് ബേസിൻ ഡ്രോ ചെയ്തെടുക്കുന്ന. അപ്പൊ അതിന്റെ ഇത് കണ്ടോ, ഈ ബ്ലാങ്ക് ഹോൾഡിംഗ് കറക്റ്റ് അല്ലാതെ വരുന്നോണ്ടാണ് പലയിടത്തും പലതായിട്ട് മെറ്റീരിയൽ ഫ്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ മെറ്റീരിയൽ ഫ്ലോ ചെയ്യുന്നതിനെ നമ്മൾ എന്തുകൊണ്ടാണ് കറക്റ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത്? ഈ ബ്ലാങ്ക് ഹോൾഡർ വെച്ചിട്ടാണ്. കേട്ടോ? ഇത് കണ്ടില്ലേ? മെറ്റീരിയൽ ഫ്ലോ ചെയ്ത പാട് കാണാമോ നിങ്ങൾക്ക്? ഈ ഫിഗറിനകത്ത് കൃത്യമായിട്ട് കാണുന്നുണ്ടോ? ഓക്കെ. അതാണ് ബ്ലാങ്ക് ഹോൾഡിങ്ങിന്റെ പ്രത്യേകത. ബ്ലാങ്ക് ഹോൾഡിംഗ് കുറഞ്ഞു പോയാൽ റിംഗ്ലിംഗ് ഉണ്ടാവും, ചുളുങ്ങിപ്പോവും വോൾസ് എല്ലാം. കൂടിപ്പോയി കഴിഞ്ഞാൽ ടിയറിംഗ് ഉണ്ടാവും. ഓക്കെ. ഇനി ബ്ലാങ്ക് ഹോൾഡിംഗ് വെച്ചിട്ട് കുറെ ഡിഫക്ട്സ് ഉണ്ട്. ഡിഫക്ട്സ് ഇൻ ഡ്രോയിങ്, റിംഗ്ലിംഗ് ഓഫ് ദ ഫ്ലാഞ്ച്. ഇതെന്തുകൊണ്ടാണ്? ബ്ലാങ്ക് ഹോൾഡിങ്ങിന് കുറവ് ഫോഴ്സ് ഉള്ളതാണ്. റിംഗ്ലിംഗ് ഓഫ് ദ വോൾ റിംഗിൾ ചെയ്തപ്പോ. ടിയറിംഗ് എന്തുകൊണ്ടാണ്? ബ്ലാങ്ക് ഹോൾഡിംഗ് കൂടിപ്പോയാൽ അല്ലെ പഞ്ചിന്റെ വെലോസിറ്റി കൂടിപ്പോയി കഴിഞ്ഞാൽ ടിയറിംഗ് ഉണ്ടാവും. അതല്ലേ? കപ്പ് അടിയിൽ നിന്ന് കട്ടായി പോകും. ഇയറിംഗ്, അൺഐസോട്ടോപിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റുക? മെറ്റീരിയലിന് പല ഭാഗത്തും പല ബിഹേവിയർ ആണെങ്കിൽ എന്ത് പറ്റും? ചിലയിടത്ത് കൂടുതൽ മെറ്റീരിയൽ ഫ്ലോ ചെയ്യും, ചിലയിടത്ത് കുറവ് മെറ്റീരിയൽ ഫ്ലോ ചെയ്യുള്ളൂ. അതെന്തുകൊണ്ടാണ്? മെറ്റീരിയലിന്റെ ഡിഫക്റ്റ്. പിന്നുള്ളത് സ്ക്രാച്ചസ്. എന്ത് പറ്റുക? റേഡിയസ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് പറ്റും? മെറ്റീരിയൽ കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാതെ വരും. അപ്പൊ എന്ത് പറ്റും? ഒരേയും ഇറ്റ് വിൽ ക്രിയേറ്റ് വിയർ ഇൻ ഡൈ. ഓക്കെ. പിന്നെ ഉള്ളത് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഡിഫക്ട്സ് ഇൻ ഡ്രോയിങ് പഠിക്കാം. റിംഗ്ലിംഗ് ഇൻ ഫ്ലാഞ്ച് ആൻഡ് കപ്പ് വോൾ. ദിസ്
is like up and downs or waviness that is developed on the flange. If the flange is drawn into the die hole, it will be restrained in cup wall region. Tearing in the it is a crack in the cup near the base happening due to high tensile stress causing thinning and failure of metal. പിന്നെയുള്ളത് ഇയറിംഗ് ആണ്. ഹൈറ്റ് ഓഫ് വോൾ ഓർ ഡ്രോൺ ഹാസ് പീക്സ് ആൻഡ് വാല്യൂസ്. എന്തുകൊണ്ടാണ്? അൺഈവൻ ഫ്ലോ ഉള്ളതുകൊണ്ടാണ്. പിന്നെയുള്ളത് സർഫസ് സ്ക്രാച്ചസ് ഡ്യൂ ടു റഫ് പഞ്ച് ഡൈ ആൻഡ് പുവർ ലൂബ്രിക്കേഷൻ കോസ് സ്ക്രാച്ചസ് ഇൻ ഡ്രോൺ കപ്പ്. ലൂബ്രിക്കേഷൻ കുറവാണെങ്കിൽ, പഞ്ച് റഫ് ആണെങ്കിൽ, ഡൈ റഫ് ആണെങ്കിലൊക്കെ ഇങ്ങനെ സംഭവിക്കാം. Now we will see press brakes. These press brakes are special type of punching machines which is directly connected to a punch and a die. Usually it is used for bending or shearing operation. This figure, as the figure shows, it will be having a press brake punch and a die shoe. There will not be any die set, only these two components or elements will be there in the die set, and we can perform U bending, V bending or edge bending using this press brakes, or pure simple shear can be done by the press brakes. As in figure, this top part where the press is connected to the hydraulic ram is used to bend the sheet over the mating die. So this is a press brake. Next we'll move on to tube bending. Tube is a hollow shaft which is having a few millimeter thickness. The tube bending can be performed in three ways: tube bending using mandrel, compression bending, and rotary drop bending. In tube bending using mandrel, ഈ സെറ്റപ്പിൽ we have a wiper die, a pressure die. In between that there is a mandrel. Towards this mandrel we'll insert the tube to such a way that it is extending up to clamp die, and we'll clamp the tube. ഈ ട്യൂബ് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് this clamp die will start to rotate on its axis. As the clamp die rotates, the tube will bend to the required angle. The required angle can be obtained by the bend die. Bend die graduation അനുസരിച്ച് നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. ഏത് ആംഗിളാണോ വേണ്ടുന്നത് ആ കറസ്പോണ്ടിങ് ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പം ട്യൂബ് നമുക്ക് ബെൻഡായി കിട്ടും. ഇതിനകത്ത് ഒരു മാൻഡ്രൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാൻഡ്രൽ എന്തിനാണ്? അതിന്റെ ഇന്നർ ഡയമെൻഷന് അല്ലെ ഇന്നർ ഡയമീറ്ററിന് അല്ലെങ്കിൽ അവിടുത്തെ സെക്ഷൻ തിക്നെസ്സിൽ വ്യത്യാസമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു മാൻഡ്രൽ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നത് ഗ്രീസ് തൂത്തിരിക്കുന്ന ഒരു മാൻഡ്രലാണ്. ആ മാൻഡ്രലിനകത്തേക്ക് ഒരു ട്യൂബ് ഇറക്കി വെച്ചു. ട്യൂബ് is clamped at one end. This is the bend die. This is the pressure die. This is the clamp die which will rotate as per the graduation of bend die. ഈ റൊട്ടേഷന്റെ അളവ് അനുസരിച്ചായിരിക്കും ഇവിടെ കിട്ടുന്ന ബെൻഡ് എന്ന് പറയുന്നത്. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ അത്രയായിരിക്കും ബെൻഡ്. So and the die will get unclamped. It will test the pressure die. ആ pressure die എന്തിനാണ്? That pressure die is used to hold the tube. Graduation. ഇവിടെ ഗ്രാജുവേഷൻ ഉള്ള ഒരു വീല് നമ്മുടെ ക്ലാമ്പ് ഡൈ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താവും, ഇതും റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ ഗ്രാജുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ എത്ര റൊട്ടേറ്റ് ചെയ്യേണ്ട ആംഗിൾ എത്തിയോ എന്ന് നമ്മൾ അറിയാം. അതായത് ഒരു റെഡ് പോയിന്റിലുണ്ടാവും. These are the bend tubes using a mandrel.
ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ബെൻഡ് വരെയും നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം ഒരു ട്യൂബിൽ. ട്യൂബ് എന്ന് പറയുന്നത് ഹോളോ ഷാഫ്റ്റ് വിത്ത് ഫ്യൂ മില്ലിമീറ്റർ thickness. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് കംപ്രഷൻ ബെൻഡ് ആണ്. ഇൻ കംപ്രഷൻ ബെൻഡ് we have a clamp die and a slide piece. Both are dies. In this, a bond die is there which is stationary. The clamp die and the slide piece will bend the tube onto this bond die or a stationary die. This is called as compression bending. Now we will see a compression bender in which it is having a slide die and a clamp die. Both are movable. There will be a stationary die block. So these two clamp die and slide die or the clamp die will force the tube onto this stationary die block. You could see in this the tube or the stationary die block will touch the tube and the clamp die or the slide die will force the tube onto the stationary die block and it get retracted. The resulting will be your bent tube. The stationary die block will rise up to facilitate removal of the tube. Now coming to the third tube bending operation, which is the rotary draw bending. In a rotary draw bending, unlike tube bending using a mandrel, there will be a pressure die, a wiper die and a clamp die. The setup is same, but there will not be any mandrel. As the clamp die rotates, the tube will be bent over the bend die. There is a stationary bend die kept over here. As the clamp die rotates, it will force the tube onto this die. The arrow is shown to show the rotary direction. In compression die, both clamp die will slide such that the tube is bent over the stationary plate. In bending with mandrel, additional mandrel is used. Rest all will be same. You could see here there will be a clamp, which is a blue color clamp die. There will be a pressure die, which is the golden color here, and we have a bend die. So as the clamp die rotates, the tube will bend onto this bend die. So the radius of bend will be as per the radius of the die. Only the angle of bend could be decided by this movement, by the movement of clamp die. This is how the pressure die will help the tube to retain its position. Clamp die will pull it, and there will be a bend die of a specific radius which decides the radius of the bend tube. So tube bending in a മൂന്ന് ടൈപ്പ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. If it is asked in your examination, you have to write it. Different shapes: ball shape, laminated, cable shape. Now we move on to another topic, which is metal spinning. Metal spinning process is a cold forming process in which the blank metal appears to flow somewhat like a piece of clay on a potter's wheel. നമ്മൾ കളിമണ്ണ് കൊണ്ട്
കലമൊക്കെ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ അതെന്തായിരുന്നു, അതൊരു പോട്ടേഴ്സ് വീലാണ് അല്ലെ, റൊട്ടേറ്റ് ചെയ്യുന്ന വീലില് കളിമണ്ണ് നമ്മള് കൈ കൊണ്ട് നമ്മൾ അതിനെ പല ഷേപ്പിൽ ഫോം ചെയ്തെടുക്കുന്നു, കൈ കൊണ്ട് ചെറിയ സോഫ്റ്റ് ടൂൾ ഉപയോഗിച്ചു. എന്ന് പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം പോലത്തെ മെറ്റലിനെ ആ മെറ്റലിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ള വുഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കലം അല്ലെങ്കിൽ ചെറിയ അലൂമിനിയം പാത്രങ്ങൾ, അതൊക്കെ മെറ്റൽ സ്പിന്നിങ് വെച്ചിട്ടായിരിക്കും അതിന്റെ ഷേപ്പ് ഫോം ചെയ്തെടുക്കുന്നത്. As you could see, there is a setup. ഈ കാണുന്ന റൗണ്ട് ആയിട്ടുള്ളത് അലൂമിനിയത്തിന്റെ ഒരു ഷീറ്റാണ്. ഈ ഷീറ്റിൽ നിന്ന് നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അലൂമിനിയം യൂട്ടൻസിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. There is a clamping mechanism to clamp the aluminum sheet. There will be a head. നമ്മൾ ലെയ്ത്തിന്റെ മെക്കാനിസം പോലെ ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഹെഡ് റൊട്ടേറ്റ് ചെയ്യപ്പെടും. റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഒരു ടൂൾ കൊണ്ട് എന്താ ചെയ്യുന്നത്, ആ ഷീറ്റിനെ നമ്മൾ പയ്യെ ഒരു ഡൈക്ക് പുറത്തേക്ക് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നതാണ്. ദിസ് ഫോമിംഗ് ഓപ്പറേഷൻ ഈസ് കോൾഡ് ആസ് മെറ്റൽ സ്പിന്നിങ്. കാരണം എന്താണ്, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഡൈയിലേക്ക് ഒരു ഷീറ്റ് മെറ്റലിനെ ഒരു സോഫ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നതിനെയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. യൂഷ്വലി വുഡ് ആവാം, നോക്കി ഇത് വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സോഫ്റ്റ് ടൂൾ. ഇങ്ങനെ ആണ് നമ്മുടെ അലൂമിനിയത്തിന്റെ ചെലവ്. അയ്യോ നോക്കിക്കോളൂ, ഇത് ക്ലാമ്പാണ്. ക്ലാമ്പ് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലാമ്പ് ഊരി കഴിഞ്ഞിട്ട് നമ്മൾ അലൂമിനിയത്തിന്റെ ചെലവ് എടുത്ത് അലൂമിനിയം യൂട്ടൻസിൽ പ്രൊഡക്ഷൻ ഒന്നുകൂടെ നിങ്ങൾ കണ്ടോളൂ. ഇതിന് ഒരു ക്ലാമ്പ് ഉണ്ടാവും. There will be a rotating head. Over that rotating head there will be a die. Towards that die we will be forming the metal. We will be forming the sheet metal using a soft tool. ആ ടൂൾ റെസ്റ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റിംഗ് മെക്കാനിസം ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഡൈയിലേക്ക് ഈ ഷീറ്റ് മെറ്റലിനെ ഫോം ചെയ്തെടുക്കും. ഇവിടെ നോക്കി, ഇവിടെ ഒരു വുഡ് ടൂളാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് സോഫ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത്? സോഫ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഷീറ്റ് തിക്നെസ് വേരി ചെയ്യാൻ പാടില്ല. അൺക്ലാമ്പ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കിക്കോളൂ. അൺക്ലാമ്പ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ടേസ്റ്റ് സ്റ്റോക്ക് പുറകോട്ട് നീങ്ങും. ലെയ്ത്തിന്റെ അതേ മെഷീൻ, ലെയ്ത്തിന്റെ ഒരു ബെഞ്ച് ലെയ്ത്ത് ആണ് റീമോഡിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യും, പാത്രം അല്ലെങ്കിൽ ഫോം ചെയ്ത ടാമ്പിങ് പുറത്തെടുക്കും. പ്രൊഡക്റ്റ് പുറത്തെടുത്തുന്നതാണ്. പ്രൊഡക്റ്റ് പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഡൈ എന്ന് പറയുന്നത് ഒരു വുഡിന്റെ ഷേപ്പ് ആയിരിക്കും. ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡൈ ആയിരിക്കും. ആ ഡൈയിൽ ഏത് ഷേപ്പാണോ ആ ഷേപ്പ് ആയിരിക്കും നമുക്ക് പാത്രത്തിന് കിട്ടുക. ഡൈയിൽ ഏത് ഷേപ്പാണോ ആ ഷേപ്പ് ആയിരിക്കും നമുക്ക് പാത്രത്തിന് കിട്ടുക. അതാണ് പാത്രം. പല ഷേപ്പുള്ള പാത്രങ്ങൾ, നമ്മൾ കലമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഡൈ എന്ന് പറയുന്നത് കൊളാപ്സിബിൾ ആയിരിക്കും. എന്നാലേ നമുക്ക് ആ കലത്തിന്റെ ഷേപ്പിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഡൈ എന്ന് പറയുന്നത് കൊളാപ്സിബിൾ ആയിരിക്കും. ഓക്കെ, there are different modifications for this type. നിങ്ങൾ ഓർത്ത് വെക്കുക. This is called as metal spinning. ഈ metal spinning ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, if you are feeding a sheet metal, its thickness will be same till the end. thickness ഒരിക്കലും മാറത്തില്ല. അതിനെയാണ് മെറ്റൽ സ്പിന്നിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. വീഡിയോ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് കണ്ടതുപോലെ തന്നെ it is having a headstock. There will be a spindle to the headstock. This spindle is connected to a die or a mandrel which is having the shape to be formed. നമ്മൾ സ്പിൻഡിലേക്കായിരിക്കും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മാൻഡ്രിൽ അല്ലെങ്കിൽ ഒരു ഫോം ചെയ്ത ഡൈ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. And to that die we will be clamping the sheet metal
യൂസിങ് എ tailstock. നിങ്ങൾ വീഡിയോയിൽ അത് കണ്ട പോലെ tailstockന്റെ അറ്റത്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാമ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഷീറ്റ് മെറ്റലിനെ എന്ത് ചെയ്യും, ബാൻഡറിനോടോ അല്ലെ ഡൈയോടോ ചേർത്ത് വിടും. എന്നിട്ട് വിൽ ബി യൂസിങ് എ സോഫ്റ്റ് ടൂൾ ടു ഫോം ഇറ്റ്. ഈ ടൂൾ എന്ന് പറയുന്നത് ഈ പഴത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഒരു റോളർ ടൂളാണ്. റോളർ ടൂൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല, പക്ഷേ ഉപയോഗിക്കുന്ന ടൂള് സോഫ്റ്റ് ആയിരിക്കണം. നിങ്ങൾ വീഡിയോയ്ക്ക് അത് കണ്ടില്ലായിരുന്നു, ഷേപ്പ് ഫോം ചെയ്തെടുക്കുന്ന ആളുടെ സ്കില്ലാണ്, ആ വർക്കറിന്റെ സ്കില്ലാണ് അല്ലേ. അതേപോലെ ഈ ഡൈയുടെ ഷേപ്പുമാണ്. അത് രണ്ടുമായിരിക്കും ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഷീറ്റ് തിക്നെസ് എന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. അത് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സോഫ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിന് അങ്ങനെ ചേഞ്ച് ആവാതിരിക്കുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് metal spinning. Process of metal spinning. External shape of the mandrel corresponds to the internal contour of the part to be produced. നമ്മൾ ഏത് ഷേപ്പാണോ പ്രൊഡക്റ്റിന് വേണ്ടുന്ന ആ ഷേപ്പിലേക്കായിരിക്കും mandrel or the die will be prepared. The blank is clamped between spinning mandrel, കറങ്ങുന്ന mandrel, and a follower on the tailstock spindle. tailstockന്ന് ഒരു ക്ലാമ്പ് അല്ലെ ഫോളോവർ വെച്ചിട്ട് ആ ഷീറ്റ് മെറ്റലിനെ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കും. mandrel, blank and the follower are then set in rotation at control speed. rotation എന്ന് പറയുന്ന ഒരു control speedലായിരിക്കും. This is the stages of spinning process. First one, metal forming. In this step involves laying down the material onto the mandrel. ഈ mandrelലേക്ക് മെറ്റൽ ലേ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. It is accomplished with a short inside to outside movement. നോക്കി, ഈ റോളർ ടൂളിന്റെ മൂവ്മെന്റ് ആണ് ഈ 4 സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. It will start from tailstock end and it will move towards the headstock end. As it moves towards the headstock end, what will happen? It will force the sheet metal to form over the mandrel as in figure. ഈ 4 പൊസിഷൻ കാണിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് 1-ന്റെയാണ്. It is accomplished with short inside and outside movement. നമ്മൾ ഈ ഷീറ്റ് മെറ്റൽ മാൻഡ്രലിലേക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈ ഒരു റോളർ ടൂള് മുന്നോട്ടും പുറകോട്ടും എന്ന ഒരു രീതിയിൽ ടു ആൻഡ് ഫ്രോ മോഷനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് ഷേപ്പ് ഫോം ചെയ്യാൻ പറ്റുന്നത്. മെറ്റീരിയൽ ഗെറ്റ്സ് ഈസിയർ ടു ഫോം ആസ് ദ പാർട്ട് ഈസ് ക്ലോസ് ടു കംപ്ലീഷൻ. ഇതിന്റെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും മെറ്റീരിയൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഫോം ചെയ്ത് തരാൻ വേണ്ടി. പക്ഷെ ഇവിടെ നമുക്ക് ഒരു നല്ല പ്രൊഡക്റ്റ് കിട്ടുന്നത് എപ്പോഴും ആ ഒരു വർക്കറിന്റെ സ്കിൽ അനുസരിച്ചായിരിക്കും. Second step of metal spinning is trimming operation. And step 2, part having been spun are trimmed at the end of blunt sharp edges and also to bring the component to desired length. നമ്മൾ ട്യൂബാണ് സ്പൺ ചെയ്തെടുത്തെങ്കിൽ അതിന്റെ ലെങ്ത് കൃത്യമാക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ആവശ്യമായ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്യും. അതേപോലെ നമ്മൾ ഫോം ചെയ്തെടുത്ത ഒരു പാർട്ടിന്റെ ഏറ്റവും എൻഡിൽ എന്ത് ചെയ്യും? അൺഈവൻ ആയിട്ടുള്ള എഡ്ജ് ആയിരിക്കും ഉണ്ടാവുക. ആ അൺഈവൻ ആയിട്ടുള്ള എഡ്ജിനെ നമ്മൾ കട്ട് ചെയ്യുന്നത് ട്രിമ്മിങ് വഴിയായിരിക്കും. തേർഡ് വൺ ഈസ് ഫിനിഷിംഗ്. Finishing is done at very high RPM, usually 1200 plus, so that a minimum force is needed to apply and a very smooth strokes can be used. The flat side of the spinning tool is used to straight surfaces and round side of the curves for curves and radii. നമ്മൾ എന്താ ചെയ്യുക? ഫിനിഷിങ്ങിനകത്ത് സ്പീഡ് കൂട്ടിയിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഫോം ചെയ്ത പ്രൊഡക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ഒന്നുകൂടെ സ്മൂത്ത് ആയിട്ട് ടൂള് കൊണ്ട് റൺ ചെയ്യിക്കും. ഇപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ ആ ടൂളിന്റെ ഫ്ലാറ്റ് സൈഡ് എപ്പോഴും സ്ട്രെയിറ്റ് സർഫസിലായിരിക്കും ഉപയോഗിക്കുക. അതേപോലെ റൗണ്ടഡ് ആയിട്ടുള്ള ആ വീലില്ലയോ അത് കേർവ് അല്ലെങ്കിൽ റേഡിയയ്ക്കൊക്കെ ഉപയോഗിക്കും. അപ്പൊ എന്തെങ്കിലും കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു
ഫ്ലോ അവിടെ ഉണ്ടാവും. അപ്പോൾ സർഫസ് ഫിനിഷ് ഇമ്പ്രൂവ് ആവും, നല്ല ഒരു ഫോമബിലിറ്റി കിട്ടും, നല്ലൊരു ഷേപ്പ് കിട്ടും. Next type is called as shear spinning. In shear spinning, the only difference is sheet thickness will vary. നോക്കിയേ, ഈ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ ടൂൾ കൊണ്ട് നമ്മൾ ഫോം ചെയ്ത് സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇത് വരും. ഇനീഷ്യൽ നമ്മൾ വെച്ച തിക്നെസ് ആണ് ഈ ക്ലാമ്പിന്റെ അടുത്ത് കാണുന്നത്, ഇല്ലയോ? മാൻഡലിലേക്ക് ഫോം ചെയ്തിരിക്കുന്ന തിക്നെസ് നോക്കിയേ, ഇറ്റ് ഹാസ് എ ഡിഫറൻസ് അല്ലേ? അതുകൊണ്ടാണ് ദ പ്രോസസ് ഈസ് കോൾഡ് ആസ് ഷിയർ സ്പിന്നിങ്. മെറ്റൽ സ്പിന്നിങ്ങിനകത്ത് വോൾ തിക്നെസ്സിന് വേരിയേഷൻ ഉണ്ടാവില്ലായിരുന്നു. നേരെ മറിച്ച് ഇൻ ഷിയർ സ്പിന്നിങ് ദർ വിൽ ബി വേരിയേഷൻ ഇൻ തിക്നെസ്. ബാക്കി ഉള്ള എല്ലാ കാര്യങ്ങളും സെയിം തന്നെയായിരിക്കും, ഓൺലി ദർ വിൽ ബി എ വേരിയേഷൻ ഇൻ തിക്നെസ്. ഈ മേളിൽ കാണിച്ചിരിക്കുന്നത് shear spinning operation ആണ്, where a blank which is kept is formed over the mantle. B എന്ന് പറയുന്നത് different shapes which are being metal spinned. ഈ ഒരു പ്രോസസ്സ് വെച്ച് നമുക്ക് കിട്ടാവുന്ന ഡിഫറെന്റ് ഷേപ്പുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യൂഷ്വലി ഇത് കുക്കിംഗ് യൂട്ടൻസിൽസ് ഒക്കെ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. These are few application of sharp bending. Okay, this is how products have been bent. This much complex bending are possible this is by a rotary bend, same as tube bending. പല ഷേപ്പുകളും ഇങ്ങനെ നമുക്ക് ഒബ്റ്റെയിൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഷിയർ സ്പിന്നിങ്ങും മെറ്റൽ സ്പിന്നിങ്ങും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചോദിച്ചാൽ എഴുതണം. എന്താണ് അതിൻ്റെ ഒരേ ഒരു വ്യത്യാസം? ദ ഓൺലി വൺ ഡിഫറൻസ് ഈസ് ഇൻ ഷിയർ സ്പിന്നിങ് there will be a reduction in sheet thickness while forming the sheet onto that mantle or die. എപ്പോഴും അവിടെ ഒരു ഷീറ്റ് തിക്നെസിന്റെ റിഡക്ഷൻ ഉണ്ടാവും. കോംപ്ലക്സ് ഷേപ്പ് അപ്പോൾ ഏതിനായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? ഷിയർ സ്പിന്നിങ്ങിലായിരിക്കും. മെറ്റൽ സ്പിന്നിങ് എന്ന് പറയുന്നതാണ് അതിന്റെ ബേസ്. ഈ കളിമണ്ണ് കൊണ്ട് മൺകലങ്ങളൊക്കെ ഫോം ചെയ്തെടുക്കുന്നില്ലേ, അതാണ് ഷിയർ സ്പിന്നിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. Now we move on to tube spinning. Thickness of cylindrical parts are reduced by spinning them on a cylindrical mandrel rollers. Parts can be spun in either direction. Large tensile elongation up to 200% are obtained within certain temperature range and at low strain rate. The ട്യൂബ് സ്പിന്നിങ് എന്നാണ് പറയുന്നത്. ട്യൂബ് സ്പിന്നിങ്ങിനകത്ത് ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പാർട്ടിന്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്ത് വേണ്ടുന്ന ഷേപ്പിലേക്ക് മാൻഡ്രലിന്റെ ഷേപ്പ് അനുസരിച്ച് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിന് എന്താണ് പറയുന്നത്? ട്യൂബ് സ്പിന്നിങ് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പടത്തിൽ കണ്ട പോലെ ഒരു റോളർ ടൂളാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഫ്ലാറ്റ് സൈഡ് സ്ട്രെയിറ്റ് പോർഷനും അതേപോലെ റൗണ്ട് ആയിട്ടുള്ള സൈഡ് റേഡിയേക്കും അല്ലെങ്കിൽ കർവ്ഡ് പോർഷനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ദിസ് ഇസ് ഹൗ ട്യൂബ് സ്പിന്നിങ് ഇസ് ഡൺ. നോക്കി, സിലിണ്ടറിക്കൽ ആയിട്ടുള്ളൊരു വർക്ക് പീസ് ആണ്. ഏത് ഷേപ്പാണോ മാൻഡ്രലിനുള്ളത് ആ മാൻഡ്രലിന്റെ ഷേപ്പിലേക്ക് നമുക്കിതിനെ ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ്? നമ്മുടെ ഫ്ലവർ റൈസ് ഒക്കെ ഇല്ലേ, സ്റ്റീലിന്റെ ഫ്ലവർ റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോം ചെയ്തെടുക്കുന്നത് ഈ കാണുന്ന ട്യൂബ് സ്പിന്നിങ് വെച്ചായിരിക്കും. ഫ്ലവർ റൈസ് അതേപോലെ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള കോംപ്ലക്സ് ഷേപ്പുള്ള
ട്യൂബിങ്സ് ഒക്കെ നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത് ഈ ട്യൂബ് സ്പിന്നിങ് വെച്ചിട്ടായിരിക്കും. ഇതിൻ്റെ ഉപയോഗിക്കുന്ന മാൻഡ്രിൽ ഏത് ഷേപ്പാണോ ആ ഷേപ്പിലേക്ക് നമുക്ക് ട്യൂബിനെ ഫോം ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിംഗ് ഓപ്പറേഷനിൽ ഫോമബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കുമെന്നാണ് there will be a to and fro motion for the tool. നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്, അതേപോലെ തന്നെ അത് തിരിച്ച് പുറകോട്ട് വരും അല്ലേ. പിന്നെ നമുക്ക് അടുത്ത പൊസിഷനിലേക്ക് കൊണ്ടുവരും. അടുത്ത പൊസിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇവിടെ ഏറ്റവും ചെറിയ ഡയമീറ്റർ കിട്ടുന്നത്? കാരണം ആ മാൻഡ്രിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാൻഡ്രിൽ ഇവിടെ ഡയമീറ്റർ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ചെറിയ ഡയമീറ്ററിലേക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റുന്നത്. കണ്ടില്ലോ, ആദ്യത്തെ ഇതിൽ നമ്മൾ കണ്ടായിരുന്നു അതിലെന്തായിരുന്നു, ഡയമീറ്റർ കൂടുതലായിരുന്നു അല്ലയോ. ആ ഡയമീറ്റർ കൂടി തന്നെ നമ്മൾ ഡയമീറ്റർ പല വട്ടം മുന്നോട്ടും പുറകോട്ടും മാറ്റിയിട്ട് കുറച്ചു. ഇപ്പൊ അത് പറ്റി ഫുൾ ഡയമീറ്റർ കുറഞ്ഞ് ആ മാൻഡ്രിലിന്റെ അതേ ഷേപ്പിലേക്ക് മാറി. സോ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസിന്റെ തിക്നെസ് കുറയുകയും ചെയ്യും, അതേപോലെ ഡയമീറ്ററും കുറയും അല്ലയോ. പല ഡിഫറെന്റ് ഷേപ്പ് നമുക്ക് കിട്ടും. And we will be measuring. This is a digital vernier with which the worker is measuring and seeing whether the required dimension is obtained or not. If the required dimension is obtained, what will happen? He will unclamp it and he will remove the work. Unclamp it, and he will remove the stamping out of it. Okay, mandrel shape undo. Mandrel shape തന്നെ അതിന്റെ ടെയിൽ എൻഡിൽ ഡയമീറ്റർ കുറവാണ്. ഹെഡ് എൻഡിൽ നിന്നൊരു ടേപ്പർ വന്നത് അല്ലേ. ദാറ്റ് ഈസ് ബീൻ ഫോംഡ് ഓവർ എ സിലിണ്ടറിക്കൽ വർക്ക് പീസ്. ഒരു വർക്ക് പീസ് പുതിയതായിട്ട് പുതിയ വർക്ക് പീസ് വെച്ചു ആൻഡ് ഹി ഈസ് ഫോമിങ് ഇറ്റ്. എപ്പോഴും ഈ മാൻഡ്രിലിന്റെ ഷേപ്പ് അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ ഷേപ്പ്, ഇൻസൈഡ് ഷേപ്പ് കേട്ടോ. Now we will move on to rubber forming. In bending and embossing of sheet metal, the female die is replaced with rubber pad. Rubber pad forming, RPF, is a metal working process where sheet metal is pressed between a die and a rubber block made of polyurethane. Under pressure, rubber and the sheet metal are driven into the die and conform to its shape, forming the part. ഈ റബ്ബർ ഫോമിങ്ങിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫീമെയിൽ ആയിട്ടുള്ള ഡൈയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു റബ്ബർ പാഡ് വെച്ചിട്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഷീറ്റ് മെറ്റലിനെയും റബ്ബർ പാഡേയും കൂടെ നമ്മൾ ഏത് ഡൈയിലേക്കാണോ ഏത് ഷേപ്പിലേക്കാണോ ഫോം ചെയ്തെടുക്കേണ്ടത് ആ മെറ്റൽ പാർട്ടിന്റെ മുകളിലേക്ക് പ്രസ് ചെയ്യും. അപ്പം എന്തായിരിക്കും സംഭവിക്കുക, മെറ്റൽ റബ്ബർ പാഡും ഡിഫോം ആവും, അതിന്റെ കൂടെ മെറ്റൽ ഷീറ്റും ഡിഫോം ആവും. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് ഈ വിയറും ടീറും എല്ലാം ഒഴിവാക്കാൻ പറ്റും. അതേപോലെ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന സ്ക്രാച്ച് മാർക്സ്, സർഫസ് റഫ്നെസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇല്ലയോ. കാരണം അതുകൊണ്ടാണ് വർക്ക് പീസ് വരെ ടച്ച് ചെയ്ത് വരുന്നത് ഒരു റബ്ബറാണ് അല്ലെങ്കിൽ ഒരു റബ്ബർ പാഡാണ്. അപ്പോൾ നമ്മൾ അതേപോലെ ചെറിയ ഏറ്റവും ഇൻട്രിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഷീറ്റ് തിക്നെസ് കുറഞ്ഞ മെറ്റലിലൊക്കെ നമുക്ക് മെറ്റൽ ഫോമിങ് ചെയ്യാൻ പറ്റും. എന്ത് വെച്ചിട്ട്, റബ്ബർ ഫോമിങ് വെച്ചിട്ട്. ഈ കാണുന്ന വീഡിയോ ഒരു റബ്ബർ ഫോമിങ്ങിന്റെ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദിസ് ഇസ് എ പ്രൊഡക്റ്റ്, തിക്നെസ് കുറവായിരിക്കും, ഇൻട്രിക്കേറ്റഡ് ഷേപ്പ് ആയിരിക്കും. We will be keeping it over a step die where we need to bend the ends. ഈ ഡൈ എന്ത് ചെയ്യും, ഈ ഡൈയെ നമ്മൾ മെഷീനിൽ വെച്ച് റബ്ബർ ഷീറ്റ് വെച്ചു. Now we will press the sheet with the machine
After that we will exert the force. Force exert ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഷീറ്റ് മെറ്റൽ ഡീഫോം ആയിട്ട് റബ്ബർ ഷീറ്റ് കണ്ടോ, റബ്ബർ ഷീറ്റ് ഡീഫോം ആവും. റബ്ബർ ഷീറ്റ് ഡീഫോം ആവുന്ന കൂട്ടത്തിൽ ആ ഷീറ്റ് മെറ്റലും ഡൈയിലേക്ക്, ആ സ്റ്റെപ്ഡ് ഡൈയിലേക്ക് ഡീഫോം ആവും. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ബെൻഡിങ് ഓപ്പറേഷൻ ആയിരിക്കും സംഭവിക്കുന്നുണ്ടോ. The sheet metal got bended over the die. 4 സൈഡിൽ ബെൻഡ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്തായിരിക്കും? വിയർ ഒന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ റഫ് സർഫസ് ഉണ്ടാകത്തില്ല. ബട്ട് വി വോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് പ്രിസിഷൻ. ബെൻഡിങ്ങിൽ അത്ര പ്രിസിഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 4 സൈഡിലും ബെൻഡിങ് നമുക്ക് പോസിബിൾ ആണ്. ഒരു പ്രോഗ്രസീവ് ടൂളിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 4 സ്റ്റേജ് ടൂളിൽ ചെയ്താലേ നമുക്ക് ഈ 4 സൈഡിലും ബെൻഡ് കിട്ടുള്ളൂ. ഇവിടെ ഒരൊറ്റ സ്ട്രോക്കിൽ നമുക്ക് 4 സൈഡിലും ബെൻഡ് കിട്ടുന്നുണ്ട്. ദിസ് ഈസ് കോൾഡ് ആസ് റബ്ബർ ഫോമിംഗ്, or it has another name which is called as Gurian process. അത് നിങ്ങൾ ഓർത്തിരുന്നോണം. The other name of rubber forming is Gurian process. Gurian. Rubber pads can have a general purpose shape like a membrane. Alternatively, they can be machined into the shape of a die or a punch. റബ്ബർ പാഡ് ആയിരിക്കും. റബ്ബർ പാഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടുള്ള പാഡാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു കേസിൽ എന്ത് ചെയ്യുക? പഞ്ച് എന്ന് പറയുന്നത് മെറ്റലാണ്, ഡൈ ആണ് റബ്ബർ പാഡ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട നേരത്തിനകത്ത് പഞ്ചായിരുന്നു റബ്ബർ പാഡ് ആക്കിയിരുന്നത്, വീഡിയോയ്ക്കകത്ത് കണ്ടത്. ഡൈ എന്ന് പറയുന്നത് മെറ്റൽ പാർട്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓൾട്ടർ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേസിൽ എന്ത് ചെയ്യുക? നമ്മൾ ഷീറ്റ് മെറ്റല് വർക്ക് പീസ് എന്ന് എഴുതിയിരിക്കുന്ന ഷീറ്റ് മെറ്റലാണ്. ഇറ്റ് വിൽ ബി കെപ്റ്റ് ഓവർ ദ റബ്ബർ പാഡ് ആൻഡ് ആസ് ദ പഞ്ച് മൂവ്സ് ഇൻ the rubber pad will deform to obtain the shape of punch over the workpiece and rubber pad. Rubber pad deform ആയിട്ട് പഞ്ചിന്റെ ഷേപ്പ് റബ്ബർ പാഡിന് കിട്ടും. അപ്പോൾ അത് സംഭവിക്കും? വർക്ക് പീസും ഓട്ടോമാറ്റിക്കലി ഡീഫോം ആയിട്ട് പഞ്ചിന്റെ ഷേപ്പിലേക്ക് മാറും. ദിസ് ഈസ് കോൾഡ് ആസ് റബ്ബർ ഫോമിംഗ്. എന്താണ്? സോളിഡ് റബ്ബർ പാഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പ്രോസസ്സിന്റെ വേറൊരു പേര് പറയാൻ ഓർത്ത് നോക്കിയേ, ഗ്യൂറിയൻ പ്രോസസ്. എക്സാമിന് ചിലപ്പം ഗ്യൂറിയൻ പ്രോസസ് എന്നായിരിക്കും ചോദിക്കുന്നത്. പടം വരച്ച് എഴുതുക. എക്സാമിന് ഗ്യൂറിയൻ പ്രോസസ് എന്നായിരിക്കും ചോദിക്കുന്നത്. പടം വരച്ചിട്ട് വേണം നിങ്ങൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ. നിങ്ങൾ ഇതിന് മുമ്പത്തെ റബ്ബർ ഫോമിംഗ് ഓപ്പറേഷനിൽ നമ്മൾ പഠിച്ചതായിരുന്നു, ഒരു സിമ്പിൾ ഷേപ്പ് ഏറ്റവും കട്ടി കുറഞ്ഞ ഒരു വർക്ക് പീസിൽ, ഒത്തിരി കട്ടിയുള്ളത് നമുക്ക് റബ്ബർ ഫോം ചെയ്യാൻ പറ്റില്ല. ഏറ്റവും തിക്നെസ് കുറഞ്ഞ ഫോയിലിനോട് അടുത്ത മെറ്റൽ ഷീറ്റിനെ അതിലൊക്കെ നമുക്ക് ചെറിയ ഷേപ്പുകൾ ഫോം ചെയ്യാൻ വേണ്ടി അത്ര പ്രിസിഷനും ഇല്ല, അത്ര കറക്റ്റ് ഡയമെൻഷൻ കിട്ടില്ല. ആ ഷേപ്പ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സായിരുന്നു റബ്ബർ പാഡ് ഫോമിംഗ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇനി വരുന്നത് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പ്, കുറച്ചുകൂടെ കട്ടി കൂടിയ മെറ്റീരിയലിൽ കിട്ടാൻ വേണ്ടിയാണ് ഹൈഡ്രോ ഫോമിംഗ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തായിരിക്കും വരിക? ഇതിനകത്ത് ശരിക്കും ഡൈക്ക് പകരം അവിടെ ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നിറച്ച കേസ് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വി ഹാവ് എ പഞ്ച് ആൻഡ് വി ഫോഴ്സ് ദ പഞ്ച് ഓവർ ദ മെറ്റീരിയൽ. അപ്പൊ ഈ മെറ്റീരിയലിന്റെ ഔട്ടർ സർഫസിൽ കോണ്ടാക്ട് വരുന്നത് എന്തായിരിക്കും? ഒരു റബ്ബർ പാഡ് വെച്ചിട്ട് അവിടെ കോണ്ടാക്ട് വരുന്നത് ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഇവിടെ ഫ്രിക്ഷൻ വളരെ വളരെ കുറവായിരിക്കും, വിയർ വളരെ വളരെ കുറവായിരിക്കും, നല്ലപോലെ ഫോം ചെയ്തെടുക്കാം. ഇറ്റ് ഇസ് എ ചീപ്പ് ടൂൾ, നോ നെറ്റ് തിന്നിങ്. ഇതിന്റെ ഒരിക്കലും വർക്ക് പീസിന്റെ ഷീറ്റ് തിക്നെസ് കുറയുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. It is a slow process and which has high formability. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പുകൾ നമുക്ക് ഈ ഹൈഡ്രോ ഫോമിംഗ് വെച്ചിട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് എ സ്റ്റേജ് ഓഫ് ഹൈഡ്രോ ഫോമിംഗ്. നിങ്ങൾ നോക്കി, ഈ കാണുന്നതാണ് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പ്. ഈ ഷേപ്പ് എവിടെയായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുക? നമ്മളിത് പഞ്ചിലായിരിക്കും കട്ട് ചെയ്തെടുത്തിരിക്കുക.
and as we pour, forces this shape over the ഈ റെഡ് കളർ കാണുന്നത് എന്താണ്? ഈ റെഡ് കളർ കാണുന്നത് ബിഫോറിൽ ഇരിക്കുന്നുണ്ടോ? ഈ റെഡ് കളർ കാണുന്നത് നമ്മുടെ ഒറിജിനൽ വർക്ക് പീസ്. ഇതിന്റെ മേളിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു റബ്ബർ പാഡ് ഉണ്ടാവും. റബ്ബർ പാഡ് റെഡ് സ്ട്രെയിറ്റ് ലൈൻ ഇതിന്റെ ഏറ്റവും ടോപ്പില്. അതിന്റെ മേളിൽ മഞ്ഞ കളറിൽ കാണുന്നതാണ് പ്രഷർ ഫ്ലൂയിഡ്. ഓക്കെ, അല്ലെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഷീറ്റ് മെറ്റൽ ഇതേ വെച്ചിട്ട് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പ്രഷറൈസ് ചെയ്യും. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പ്രഷറൈസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഈ റബ്ബർ പാഡിനെ പ്രഷറൈസ് ചെയ്ത് നേരെ ഇത് വർക്ക് പീസിന്റെ മേളിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? അത് എല്ലാ ഈ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാവിറ്റിയിലും ഈ ഫ്ലൂയിഡ് ഫിൽ ആവും, അല്ലയോ? ഈ റബ്ബർ പാഡ് മേളിലിരിക്കുന്ന റബ്ബർ പാഡ് ഡീഫോം ആയിട്ട് ഫിൽ ആവും. അങ്ങനെ ഫിൽ ആകുന്നത് കൊണ്ടാണ് എത്ര കോംപ്ലിക്കേറ്റഡ് ഷേപ്പ് നമുക്ക് ഇതിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നോക്കി, ഈ റബ്ബർ പാഡ് ആണ് ഈ ഇരിക്കുന്ന റെഡ് മെംബ്രൈൻ, അല്ലെ? റബ്ബർ പാഡ് ഓർ റബ്ബർ ഡയഫ്രം. അതേപോലെ വി ഹാവ് എ വർക്ക് പീസ് ഓവർ ഇറ്റ്, ഒരു ഷീറ്റ് മെറ്റൽ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ഹൈഡ്രോഫോമിംഗ്. ഇതുകൊണ്ട് നിങ്ങളുടെ 8ാമത്തെ ലെക്ചർ വൈൻഡപ്പ് ചെയ്യുവാണ്. And we in last 3 lectures, that is from 6th lecture to 8th lecture, we have studied 5th module, which was sheet metal working. We have seen what is sheet metal working, stages of a cutting operation, different sheet metal working operations. Out of different operations, we have studied bending in detail, shearing in detail, drawing in detail, അല്ലേ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് എന്തുവായിരുന്നു? പിന്നെ നമ്മൾ മെറ്റൽ സ്പിന്നിങ് കണ്ടു, ഷിയർ സ്പിന്നിങ് കണ്ടു, ട്യൂബ് സ്പിന്നിങ് കണ്ടു, ഹൈഡ്രോഫോമിംഗ്, റബ്ബർ ഫോമിംഗ്, ട്യൂബ് ബെൻഡിങ് എക്സെട്ര. അപ്പോൾ ഈ മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ എന്തൊക്കെയായിരിക്കും? ഈ ഗ്യൂറിയൻ പ്രോസസ്, റബ്ബർ ഫോമിംഗ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, ഹൈഡ്രോഫോമിംഗ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്, അതേപോലെ സ്ട്രെച്ച് ഫോമിംഗ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. അതെല്ലാം നിങ്ങൾ കൃത്യമായി പടം വരച്ച് എഴുതി പഠിച്ചോണം. ഓക്കെ, ഇത് PPT നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ ഹിയറിംഗ് മീ. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.